ഹലോ എല്ലാവർക്കും ഒരു വെൽക്കം ടു എജുപോർട്ട് അല്ലേ. ഓക്കെ, സോ മറ്റന്നാൾ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നാളെ നമ്മൾ അക്കൗണ്ടൻസിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ എവിടെ നിന്നായിരിക്കും എസ് എ ക്വസ്റ്റ്യൻ വരിക? എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നമുക്ക് എഴുതാൻ പറ്റുമോ? ഭയങ്കര ടഫായിട്ടാണോ വരിക? ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടാക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ പലരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ലൈവൊക്കെ കഴിഞ്ഞപ്പോൾ പാസ്സാവുമോ എന്നൊക്കെയുള്ള ഇത് ഭയങ്കര ടെൻഷനാണ് എല്ലാവർക്കും, പാസ്സാവുമോ എന്നുള്ള രീതിയിലൊക്കെ. ഞാൻ പറയുന്നത് അക്കൗണ്ടൻസിൻ്റെ അത്ര കുറച്ച് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന മറ്റൊരു സബ്ജക്റ്റ് ഇല്ല. ഓക്കെ, നമ്മൾ ബിസിനസ്സൊക്കെ പഠിച്ചപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഒരുപാട് വാസ്റ്റായിട്ട് പഠിച്ച് നമ്മൾ അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അക്കൗണ്ടൻസി കുറച്ചും കൂടി എന്താണ്, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്കറിയാം. പിന്നെ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. പക്ഷേ നമുക്ക് എന്തായാലും ഒരു 70% to 80% നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും, നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതൊക്കെ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡ് വെച്ചുകൊണ്ട് നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നമുക്കൊരു എസ് എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് നോക്കേണ്ടി വന്നിട്ടില്ല, ഭയങ്കര എളുപ്പത്തിൽ തന്നെ അത് എന്തായി മനസ്സിലായി. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ആക്ച്വലി നമുക്ക് ഓൾറെഡി എത്ര ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളൂ? 4 ചാപ്റ്ററാണ് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. ആ 4 ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ എന്തായാലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മറ്റുമൊക്കെയാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും തേർഡ് ചാപ്റ്ററിൽ നിന്നും ഫോർത്ത് ചാപ്റ്ററിൽ നിന്നും നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ് വരിക നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കി പോകാം അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിന്നാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന സമയത്ത് അഡ്മിഷനിൽ എന്തുണ്ട്, പാർട്ട്ണറുടെ അഡ്മിഷൻ്റെ ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞതുപോലെ തന്നെ റീവാലുവേഷൻ അക്കൗണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇത് 3 കൂടി ഒരുമിച്ച് എഴുതാനാണ് നമുക്ക് എന്ത് വരാറുള്ളത്, ഒരു എസ് എ ക്വസ്റ്റ്യനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും കൂടി ഒരുമിച്ച് എഴുതാൻ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ. സോ അതങ്ങനെ വലിയൊരു കേൾക്കാത്ത സാധനമൊന്നുമല്ല. ഈ പറഞ്ഞാൽ ഇത് 3 കൂടി ഒരുമിച്ചിട്ട് എഴുതാൻ വേണ്ടി പറയുന്ന ഒരു ബാലൻസ് ഷീറ്റ് തരും, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തരും. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 3 അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ചാപ്റ്ററിനും അതേപോലെ തന്നെ റിട്ടയർമെൻറ്റിനും ഒരു പക്ഷേ ഈ 3 അക്കൗണ്ടുകൾ വെച്ച് ചോദ്യങ്ങൾ കാണാറുണ്ട്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി കൂടുതലും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ് എന്ത് കാണാറുള്ളത്, ഈ പറഞ്ഞതുപോലെ. അപ്പോൾ അതൊരു 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ലോൺ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു എസ് എ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ പറയുന്നു ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്തു അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ടു, അങ്ങനത്തെ ഒരു സിനാരിയോയിൽ അദ്ദേഹത്തിന് ലംസം എമൗണ്ട് കൊടുക്കാനുണ്ട്, അതെങ്ങനെ കൊടുക്കും? ഈ പറഞ്ഞ പോലെ ഒരു ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ വർഷവും നമ്മൾ EMI പോലെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യുന്ന അക്കൗണ്ടാണ് എന്തെന്ന് പറയുന്നത്, ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലോൺ അക്കൗണ്ടിൻ്റെ ഭാഗത്തും നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്, ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി അത് എസ് എ ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു 5 മാർക്കോ 6 മാർക്കിനോ ചോദ്യമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു വാല്യുവേഷൻ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിന് കൂടുതലായിട്ട് വെയിറ്റേജ് കാണുന്നുണ്ട് ലോൺ അക്കൗണ്ടിന്. അതേപോലെ തന്നെ ഡിസൊല്യൂഷൻ്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ തന്നെ ലാസ്റ്റത്തെ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട്, ഇത് 3 കൂടി വരുന്ന ചോദ്യങ്ങളാണ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ഈ 3 കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് ഉണ്ടാവില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അത് 3 കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഓരോ അക്കൗണ്ടിലും കുറച്ച് ട്രാൻസാക്ഷൻസ് നമുക്ക് എന്താവുള്ളൂ, എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കൂടാണ്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരാൻ പോകുന്ന ലൈവിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഈ 2-ൽ നിന്നും ഈ 3 ക്വസ്റ്റ്യൻസും കൂടി എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാനുള്ളത്. ഇറ്റ് ഈസ് ഷുവർ ഈ 3 കാര്യങ്ങളും ഓക്കെ, നമുക്ക് ഈ 3 ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും എത്ര മാർക്ക് കിട്ടും? ഐ ആം പ്രിറ്റി ഷുവർ യു വിൽ ഗെറ്റ് അബൌട്ട് 16 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ 16 മാർക്ക് സ്കോർ ചെയ്യാൻ ഇത്ര മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഉറപ്പിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.